സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ദേവിക ആ ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോ നേരിട്ട് കാണുന്നുണ്ട്. നന്ദനും ഇസബെല്ലയും ഒരുമിച്ചൊരു കാറിലിരിക്കുകയും അങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകൾ പല അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ദേവികയാണെങ്കിൽ വല്ലാത്ത സങ്കടത്തിലാണ്. രജനി ചേച്ചിയുടെ വീട്ടിൽ എങ്ങനെ പോകും, മാത്രമല്ല MLAയുടെ ഭർത്താവാണ് നന്ദൻ, അതുപോലെ MLAയുടെ ഭർത്താവും മറ്റ് പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്ന ആളാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കത് എന്തുമാത്രം അപമാനം ഉണ്ടാക്കും, ഞാനൊരു ഫംഗ്ഷന് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ആ സംഭവ സ്ഥലത്തേക്ക് മുരളിയും നമ്മുടെ ദേവികയും ചെല്ലുന്നുണ്ട്. അപ്പം സത്യമായിട്ടും നന്ദനും അതുപോലെ ഇസബെല്ലയും അവിടെ വന്നിരുന്നു, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായെന്നൊക്കെ ഉള്ള കാര്യം തിരക്കിയപ്പോൾ അറിയുന്നു. ഇനി അധിക നേരം ഇവിടെ നിൽക്കേണ്ട, MLAയുടെ ഭർത്താവാണെന്നുള്ള കാര്യം അവർക്കൊക്കെ മനസ്സിലായി. ദേവിയെ കണ്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് മുരളിയാണെങ്കിൽ ദേവിയെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ ഇസബെല്ലയും അതുപോലെ നന്ദനുമായിട്ടൊന്ന് ഉടക്കുന്നുണ്ട്. റൂം തുറന്നു വരുന്ന ചന്ദ്രമതിയാണെങ്കിൽ ഇസബെല്ലയും നന്ദനെയും കണ്ട് തെറ്റിദ്ധരിക്കുന്നു. അപ്പം നന്ദനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഇസബെല്ലയാണെങ്കിൽ ആവശ്യമില്ലാണ്ട് ചന്ദ്രമതിയോട് ഭയങ്കരമായിട്ട് ചൂടാകുന്നു. അപ്പം നന്ദൻ്റെ മുമ്പിൽ വെച്ച് ഇസബെല്ല ചന്ദ്രമതിയോട് മോശമായിട്ട് പെരുമാറുന്ന സമയത്ത് നന്ദനാണെങ്കിൽ ഒരു വാക്കുകൊണ്ട് പോലും ചന്ദ്രമതിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഇത്രയും അപമാനിതയായത് ഇഷ്ടമല്ലാത്ത ഒരാളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കേണ്ടി വന്നത് എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ സ്വന്തം മകനെ പോലെയാണ് ഞാൻ നിന്നെ കണ്ടിരുന്നത്, എന്നിട്ട് നീ എന്നെ ഇങ്ങനെ അപമാനിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് പോകുന്ന സമയത്ത് നമ്മുടെ നന്ദനും അത് വല്ലാത്ത വിഷമമാകുന്നു. മാത്രമല്ല ഇനി ദേവിയോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പം ഇസബെല്ലയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണല്ലോ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഇസബെല്ല പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ദേവി നിന്നെ അവിശ്വസിക്കില്ല. ശരിക്കുള്ള നല്ല ഭാര്യ അങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്. അല്പസമയത്തിനുള്ളിൽ കെവിൻ വരും, നിന്നെ ഒന്ന് ചില്ലാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് നീ അതിനേക്കാളും ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. എങ്കിലും നന്ദനും നല്ല ടെൻഷനുണ്ട്. പോയ ചന്ദ്രമതിയാണെങ്കിൽ വഴിയരികിൽ നിൽക്കുന്ന ദേവിയെയും മുരളിയും കണ്ട് നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. ദേവിക ഭയങ്കര വിഷമത്തിലാണെന്ന് മനസ്സിലാക്കി ചന്ദ്രമതിയാണെങ്കിൽ കണ്ട കാര്യങ്ങൾ മുഴുവനും തുറന്നു പറയുന്നില്ല. എങ്കിലും ഇസബെല്ലയും നന്ദനും കൂടി ഒരു ഹോട്ടൽ റൂമിൽ എടുത്ത് നിൽക്കുന്നത് താൻ നേരിട്ട് കണ്ടു എന്നുള്ള കാര്യം കേട്ടപ്പോഴത്തേക്കും ദേവിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. രജനി ചേച്ചിയുടെ വീട്ടിലെ പാർട്ടിക്ക് നന്ദനും അതുപോലെ ദേവിക്കും ചെന്നെത്താൻ പറ്റുന്നില്ല. കാരണം നന്ദനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ വൈറലായ സ്ഥിതിക്ക് താൻ ആ വീട്ടിലേക്ക് ചെല്ലുമ്പം എല്ലാവരും തന്നോട് എങ്ങനെ പെരുമാറും, അല്ലെങ്കിൽ അവരൊക്കെ തന്നെ എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുക എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ്റെ പുറത്ത് ദേവിയാണെങ്കിൽ ഒരു പാർട്ടിക്കും അതുപോലെ രജനി ചേച്ചിയുടെ വീട്ടിലും പോകുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും വരാതിരിക്കുന്നതിനുള്ള കാരണം എന്താണെന്നുള്ള കാര്യം തിരിച്ചറിയുന്ന പ്രഭാവതിയും അതുപോലെ സിദ്ധാർത്ഥൻ സാറും അറിഞ്ഞ് ആകെ ഷോക്കാകുന്നു. അതിനിടയ്ക്ക് മാധവനും രാധികയും ശാരികയും ഒക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട്. അപ്പം മാധവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആളുകൾ പറയുന്ന ഓരോ അപവാദം കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അവർക്കും നാണക്കേടായി തുടങ്ങി. അപ്പം ശാരികയാണെങ്കിൽ അമ്മയോട് പറയുന്നു, അമ്മ ഈ കാര്യത്തെ തുടർന്ന് നന്ദേട്ടനെ സപ്പോർട്ട് ചെയ്യേണ്ട, കാരണം നന്ദേട്ടൻ ഇപ്പോൾ ഒരു സാധാ ആളല്ല, MLAയുടെ ഭർത്താവാണ്. അതിൻ്റെ മാന്യതയൊക്കെ ഏട്ടനും കാണിക്കണം, അല്ലെങ്കിൽ ആ ഒരു നാണക്കേട് ചേച്ചിയെ ബാധിക്കില്ലേ, ചേച്ചിയെ ബാധിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടുകാർ മുഴുവനും അറിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ശത്രുതയുള്ളവർ നന്ദനെ പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതായിരിക്കുമോ മോളേന്ന് നമ്മുടെ മാധവൻ ചോദിക്കുന്ന സമയത്ത് എന്ത് തന്നെ ആയാലും എനിക്കിതിലെന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്, ചേച്ചിയുടെ ജീവിതം എങ്ങോട്ട് പോവുകയാണെന്നാണ് ഇപ്പോൾ എനിക്ക് സംശയം എന്ന് പറഞ്ഞ് ശാരിക പോകുന്നത് കണ്ടിട്ട് രാധികയും മാധവനും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. ഒന്നാമത് ഈ വീഡിയോ വൈറലായ സ്ഥിതിക്ക് പ്രഭാവതിക്കും സിദ്ധാർത്ഥനും ഉൾപ്പെടെ നാണക്കേടുണ്ടാകുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഇസബെല്ലയും കൂട്ടി നന്ദൻ പാതിരാത്രി മദ്യപിച്ച് കയറി വരുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് തന്നെ നമ്മുടെ ദേവികയാണെങ്കിൽ പ്രഭാവതിയോട് പറയുന്നുണ്ട്, അമ്മയും നന്ദനും എന്തൊക്കെയോ സത്യം എന്നിൽ നിന്ന് മറയ്ക്കുന്നു, അതിൻ്റെ പേരിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ, എന്തായാലും നന്ദൻ ഇങ്ങോട്ട് വരട്ടെ, ഞാനിതെല്ലാം ഇന്ന് തന്നെ ചോദിച്ചറിയും എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ് നന്ദൻ ഇസബെല്ലയും കൂട്ടി മദ്യപിച്ച് കയറി വരുന്നത് കാണുന്നത്. മാത്രമല്ല ഇസബെല്ലയുടെ തോളിൽ ചാഞ്ഞു വരുന്ന നന്ദനെ കണ്ട് ദേവിക്ക് സങ്കടവും ദേഷ്യവും സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ സിദ്ധാർത്ഥൻ സാറും ആകെ ദേഷ്യപ്പെടുന്നുണ്ട് ഇസബെല്ലയോട്. ഇസബെല്ല എന്തൊക്കെയായി അറിയുന്നത്, താൻ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ, എന്തായാലും വളരെ മോശമായിപ്പോയെന്നൊക്കെ പറഞ്ഞ് സിദ്ധാർത്ഥൻ സാറ് പറയുന്ന സമയത്ത് ഇസബെല്ലയാണെങ്കിൽ ആ വിഷയം എങ്ങനെയൊക്കെയോ കൈകാര്യം ചെയ്ത് അവിടുന്ന് നൈസായിട്ട് മുങ്ങുന്നുണ്ട്. എന്നാൽ അകപ്പെട്ട് നിൽക്കുന്നത് നന്ദൻ തന്നെയാണ്. നന്ദനാണെങ്കിൽ കെവിനോട് പോലും പറയുന്നു, എനിക്ക് വീട്ടിലേക്ക് പോലും പോകണമെന്നില്ല, കാരണം ദേവി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്തുമായിരിക്കും വിചാരിക്കുന്നത്, അവളൊരു പാവം പെൺകുട്ടിയാണ്, എനിക്ക് വീട്ടിലേക്ക് പോകണമെന്നേ ഇല്ലെന്നൊക്കെ പറയുന്ന സമയത്ത് കെവിനും ഇസബെല്ല എല്ലാം കൂടി സമാധാനിപ്പിച്ചാണ് ചന്ദ്രോത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആക്കുന്നത്. എന്നാൽ അതിനേക്കാളും വലിയ പ്രശ്നമാണ് ഇപ്പം ചന്ദ്രോത്ത് വീട്ടിൽ
നന്ദൻ കാരണം ഉണ്ടായിരിക്കുന്നത്. MLAയുടെ ഭർത്താവാണെന്ന് പോലും നോക്കാതെ ഇങ്ങനെയൊക്കെ നടക്കുന്നതിൻ്റെ പേരിൽ ഋഷിയെ കൊന്ന ആ ഒരു കേസ് ഒതുക്കി തീർക്കാൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും നന്ദനും അതുപോലെ ചുറ്റും നിൽക്കുന്നവരെ, നന്ദനെ സ്നേഹിക്കുന്നവരെ നന്നായിട്ട് ബാധിക്കുന്നു. ഇപ്പം തന്നെ ദേവിയും അതുപോലെ മുരളിയും മാത്രമല്ല ചന്ദ്രമതി ആൻറ്റിയൊക്കെ നന്ദനെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു. ഇനിയും ഇതേപോലെ ഋഷിയുടെ കൊലപാതക കേസ് മറയ്ക്കാൻ സഹായിച്ചു എന്നുള്ള പേരിൽ നന്ദൻ ഇസബെല്ലയ്ക്കും കെവിനോടും ഒപ്പം നിൽക്കുമ്പോൾ ചന്ദ്രോത്ത് വീട്ടിൽ വലിയ നാശനഷ്ടങ്ങളായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. കാത്തിരിക്കാൻ എന്താകുമെന്ന്.